വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അരിപ്പൊടി വെച്ചിട്ടൊരു ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. പുട്ടിൻ്റെ മോൾഡൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചിരട്ടയിൽ പുട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഏത് പൊടി വെച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് പുട്ട് ചിരട്ടയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പുട്ട് തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചമ്പ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന പുട്ടുപൊടി. ഇത് റോസ്റ്റഡ് ആണ്. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടി കൊണ്ടാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരിപ്പൊടി കൊണ്ടും തയ്യാറാക്കാം, പുഴുക്കലരിയുടെ പൊടി ഇട്ടും വാങ്ങിക്കാൻ അതുകൊണ്ടും തയ്യാറാക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി തേങ്ങ ഞാനിതിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത്. ഇത് പഴയ രീതിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും തേങ്ങ അടുക്കി ഇട്ടിട്ട് പുട്ടുപൊടി നനച്ച് വാരി വെച്ച് പുഴുങ്ങുന്നവരും ഉണ്ട്. ഞാനിങ്ങനെയാണ് പഴയ കാലത്തെ രീതിയിലാണ് ഞാനിവിടെ വീട്ടിൽ പുട്ട് പുഴുങ്ങുന്നത്. ഇങ്ങനെ പുഴുങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ പുട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. പകുതി ഇട്ട് കൊടുക്കുക. ഇത് ഇഷ്ടത്തിന് ചേർക്കുക കേട്ടോ. ഇങ്ങനെ ഞാൻ പകുതി ചേർക്കുക. പുട്ടിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങ തന്നെ വേണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ തേങ്ങ ചേർത്ത് പുട്ട് ഞെരടി തയ്യാറാക്കുമ്പോഴാണ് പുട്ടിൻ്റെ യഥാർത്ഥ മണവും രുചിയും സോഫ്റ്റായിട്ടുള്ള പുട്ടും കിട്ടുന്നത്. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കാം. പണ്ടൊക്കെ പുട്ടുപൊടി നനയ്ക്കുമ്പം പിന്നെ തേങ്ങയുടെ പാൽ കൊണ്ട് തന്നെ പുട്ടിൻ്റെ പൊടി നനയണമെന്നാണ്. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥ പുട്ടിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങ ഞെരടി തന്നെ പുട്ട് തയ്യാറാക്കുക. വീട്ടിൽ അമ്മയൊക്കെ പുട്ട് പുഴുങ്ങുമ്പോൾ നല്ല രീതിയിൽ തേങ്ങ ഇട്ടിങ്ങനെ ഞെരടും, ആദ്യം മിക്സ് ചെയ്യും. എന്നെങ്കിൽ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തേങ്ങ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ ഒഴിച്ച് നനയ്ക്കുവാണ്. ഇത് ചമ്പ പുട്ടുപൊടി റെഡിമെയ്ഡ് വാങ്ങിച്ച ആയതുകൊണ്ട് ഇതിന് വെള്ളം കൂടുതൽ വേണം. നല്ലപോലെ ഉണങ്ങിയ പൊടി ആയതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കണം. നമ്മൾ വീട്ടിൽ കുതിർത്ത് പൊടിച്ച് എടുക്കുന്ന പൊടിയാണെങ്കിൽ പിന്നെ അതിനകത്ത് വെള്ളം കുറേശ്ശെ ഒഴിച്ചേ നമുക്ക് നനച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. വെള്ളം കൂടരുത്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് റെഡിമെയ്ഡ് ആയതുകൊണ്ട് നല്ലപോലെ ഉണങ്ങിയ പൊടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴിക്കുക കേട്ടോ. സാധാരണ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചാണ് നമ്മൾ വീട്ടിൽ പുട്ടുപൊടി തയ്യാറാക്കുന്നത്. ഉണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഉണ്ട കുത്തത്തില്ല. ഇതിപ്പോൾ കണ്ടോണം, കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും. ഇതിനകത്ത് 1 സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചേർത്തില്ല. ഞാൻ സാധാരണ പഞ്ചസാര 1 സ്പൂൺ ചേർത്താണ് പുട്ട് പുഴുങ്ങുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സോഫ്റ്റ് ആവാനും രുചി കൂട്ടാനും ഒക്കെ 1 സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ചമ്പ പുട്ടുപൊടി വാങ്ങിക്കുന്ന പുട്ടുപൊടി ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വെള്ളം എടുത്തൊഴിക്കാവുള്ളൂ. ഞാൻ ഈ ചേർക്കുന്ന അത്രയും വെള്ളം എല്ലാ പുട്ടുപൊടിയിലും ചേർക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ പൊടിച്ച് കുതിർത്ത് പൊടിച്ച് എടുക്കുന്ന പൊടിയാണെങ്കിൽ ഇങ്ങനെ വെള്ളം ചേർക്കരുത്. ഇനി കുറച്ചും കൂടെ ഒഴിക്കുക കേട്ടോ. ഈ പുട്ടുപൊടി ഞാൻ സ്ഥിരമായിട്ടിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയാം ഇതിൽ വെള്ളം കൂടുതൽ വേണം. വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ 1-2 സെക്കൻഡ് മിക്സിയിൽ കറക്കിയെടുക്കുക. അന്നേരം നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. 1 കപ്പ് വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം. നമ്മൾ ഏത് കപ്പിന് പൊടി എടുക്കുന്നോ അതിന് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എടുക്കുക. റെഡിമെയ്ഡ് പൊടിയാണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. വീട്ടിൽ കുതിർത്ത് പൊടിക്കുന്ന പൊടിയാണെങ്കിൽ വെള്ളം കുറേശ്ശെ ഒഴിച്ച് പൊടി നനച്ചെടുക്കാവുള്ളൂ. അതുപോലെ രാത്രിയിൽ പുട്ടുപൊടി നനച്ച് വെച്ചാൽ രാവിലെ നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ അടച്ച് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് റെഡിമെയ്ഡ് പുട്ടുപൊടി ആയതുകൊണ്ടാണ് 1/2 മണിക്കൂർ 1 മണിക്കൂർ മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട, നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട, പുട്ട് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ഞാൻ പുട്ട് തയ്യാറാക്കുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര, തേങ്ങ, വെള്ളം ഇതൊക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാവെള്ളം ചേർത്ത് പൊടി നനയ്ക്കുക.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. അതുപോലെ തന്നെ രാവിലെ നമുക്ക് പുട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് പുട്ടുപൊടി നനച്ച് റെഡിയാക്കി ഡബ്ബയിൽ അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. രാവിലെ പൊടി നനയ്ക്കാനൊന്നും സമയമില്ലെങ്കിൽ അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് പുട്ട്. ചിരട്ടപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ മോൾഡും എടുത്തിട്ടുണ്ട്. അത് പുട്ട് ഇതിനകത്ത് തയ്യാറാക്കുന്ന ഈ പാത്രവും എടുത്തിട്ടുണ്ട്, പുട്ടിൻ്റെ ഇതും എടുത്തിട്ടുണ്ട്, അതുപോലെ ചിരട്ടയും എടുത്തിട്ടുണ്ട്. ചിരട്ടയിലും കൂടെ തയ്യാറാക്കി കാണിക്കാനാണ്. കാര്യം ഈ പാത്രം ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗപ്പെടും. അതുപോലെ ഈ ചിരട്ടയിൽ പുട്ട് തയ്യാറാക്കുമ്പോഴേ നല്ല ഹെൽത്തിയും ആയിരിക്കും, ടേസ്റ്റും കൂടുതലായിരിക്കും. ഇനി നമുക്ക് ആദ്യം തന്നെ ചിരട്ടയിൽ തന്നെ തയ്യാറാക്കി കാണിക്കാം. അതിന് വേണ്ടത് ഇതുണ്ട്, 3 കണ്ണെന്ന് പറയും ഇതിന്. 3 എടുത്ത് ഹോളിടാൻ പറ്റും. അതിൽ പെട്ടെന്ന് ഹോളിടാൻ പറ്റുന്നത് നമ്മൾക്ക് കുത്തി നോക്കണം. അന്നേരം ഇത് ഇളകി വരുന്നത് ഭാഗം നമ്മൾ കിഴിച്ചെടുക്കണം. കണ്ട, നമ്മൾ ഹോളിട്ടിട്ടുണ്ട്. കണ്ട ഹോള്. ആദ്യമേ തന്നെ നമ്മൾ ഈ വിരൽ ഈ കിഴുത്തയുടെ ഇവിടെ പിടിക്കണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടച്ചാക്കിക്കൊണ്ട് കുറച്ച് തേങ്ങ ഇടണം. കാര്യം ഈ ഹോൾസിലൂടെ പൊടി പോവാതിരിക്കാൻ കുറച്ച് തേങ്ങ ഇടണം. അതുപോലെ പെട്ടെന്ന് ആവി കയറാനും നമുക്കിങ്ങനെ കുറച്ച് തേങ്ങ ഇട്ടിങ്ങനെ നിരത്തണം. അതിന് ശേഷം പൊടി വാരി വയ്ക്കാം. ഇങ്ങനെ ലൂസായിട്ട് വേണം പൊടി പുട്ടിനകത്ത് ആവി കയറാൻ വേണ്ടി. ഇങ്ങനെ ലൂസിൽ വേണം ഇട്ട് പൊടി വാരിയിടാൻ. ഒരുപാട് അമർത്തരുത്, പതുക്കെ ഇങ്ങനെ ലൂസിൽ പൊടി വാരിയിട്ട് റെഡിയാക്കി എടുക്കണം. തേങ്ങ ഇട്ട് പൊടിയും വാരി കഴിഞ്ഞിട്ട് നമുക്ക് ആ വിരൽ അവിടെ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ പിന്നെ പോകത്തില്ലാണ്ടണ്ട. കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ പുട്ട് ഒഴിഞ്ഞെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുക്കർ വെച്ച് അതിലൊരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിലിഞ്ഞ് ഊരിയെടുക്കണം. വേണ്ട, ഇതിഞ്ഞ് ഊരി മാറ്റണം. എന്നിട്ടേ നമുക്കിതിനകത്തോട്ട് ചിരട്ടപ്പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഈ ഹോൾസിലോട്ട് വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു മുറി കൊണ്ട് ഇതിങ്ങനെ മൂടി കൊടുക്കണം. കുറച്ച് ചാഞ്ഞിരിക്കത്തേ ഉള്ളൂ കേട്ടോ, കാര്യം ഇതിൻ്റെ കണ്ണങ്ങനെ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും പുട്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചൂട് ചൂട് ചൂട്. എൻ്റെ പുട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തും കൂടെ വാരി വെച്ച് പുഴുങ്ങാം. ഇതിൻ്റെ ചില്ലാണിത്. ചില്ലെന്നാണ് ഇതിന് പറയുന്നത്. ഇതിന് നിറച്ച് ഹോൾസാണ്. അത് ഇതിനകത്തേക്ക് ഇടുക. ഇങ്ങനെ ഇടണം. എന്നിട്ട് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ആവി കയറാനുമാണ്. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ ഇടുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവി കയറി വേവാനും അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് പുട്ടുപൊടി. അതിനാണ് ഇങ്ങനെ തേങ്ങ കുറച്ചിടുന്നത്. നിങ്ങൾക്ക് ഉപ്പും വെള്ളവും ചേർത്ത് പൊടി നനച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തേങ്ങ ഇട്ട് പൊടി വാരി വെച്ച് വേണമെങ്കിലും പുഴുങ്ങാം. ഇത് പഴയ കാലത്തെ രീതിയിലാണ് ഞാൻ തേങ്ങ മിക്സ് ചെയ്ത് പുഴുങ്ങുന്നത്. തേങ്ങ മിക്സ് ചെയ്ത് പുഴുങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ടുമായിരിക്കും, ടേസ്റ്റും കൂടുതലായിരിക്കും. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ കാണിക്കുന്നത്. ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ നാക്കി കൊടുക്കണം. കൂടുതൽ കൈ ഉപയോഗിച്ച് അമർത്തരുത്. സൈഡെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കണം. ഇങ്ങനെ എന്നിട്ട് നമ്മൾ പുട്ടുപൊടി വാരി വെച്ചിട്ടുണ്ട്. ഈ അടപ്പ് വെച്ച് അടയ്ക്കണം. ഇതിൽ ഹോൾസ് ഉണ്ട് കേട്ടോ, അതിൽ കൂടെ ആവി വരും.
ഇനി നമുക്ക് ആവി വന്നിട്ടുണ്ട് കുക്കറിന്, അത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. കുക്കർ ഇല്ലാത്ത സ്ഥലത്ത് പുട്ട് തയ്യാറാക്കണമെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വാരി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക കേട്ടോ. പുട്ട് കുക്കറിൽ തന്നെ വെക്കണമെന്നില്ല. ചിരട്ടയിൽ വെച്ചിട്ട് ഇഡ്ഡലിത്തട്ടിൽ ഇറക്കി വെച്ച് ആവി സ്റ്റീം ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മുടെ ചിരട്ടപ്പുട്ട് രണ്ടും റെഡിയായിട്ടുണ്ട്. ഇനി ഇത് കടലക്കറി കൂട്ടി നമുക്ക് കഴിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.